ഹായ് ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളിന്ന് ഇരിക്കുന്നത് ഫോർച്യൂണറിൻ്റെ ഉള്ളിലാണ്. ഫോർച്യൂണറിൻ്റെ ഉള്ളിൽ നമ്മളൊരു ഓട്ടം വന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഫോർച്യൂണറിൻ്റെ ഉള്ളിലുള്ള ഒരു ഇൻറ്റീരിയർ ടൂറാണെന്ന് നമ്മൾ ചെയ്യണത്. ഇത് നമ്മളിരിക്കുന്നത് ഫോർച്യൂണർ ലെജൻഡറാണ്. ലെജൻഡറിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫോർച്യൂണർ ഉൾഭാഗം. നമുക്കിവിടെ അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റിയറിംഗ് കാണാം. ഈ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. പിന്നെ നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ മീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസ്പ്ലേ ഉണ്ടല്ലോ, ആ ഡിസ്പ്ലേയുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ നമ്മുടെ മീറ്റർ നോക്കുകയാണെന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള മീറ്ററൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്കിതിൽ കുറേ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മുടെ റേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയാണ് ഈ കാണുന്നത്. ആഡ് ബ്ലൂ ലെവൽ ലോ ആണെങ്കിലും പിന്നെ DPFൻ്റെ മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരിക. ഈ ഒരു ഇതിലാണ് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരിക, DPFൻ്റെയും ആഡ് ബ്ലൂവിൻ്റെയും. ഇതിപ്പോൾ ഫില്ല് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. 2220 കിലോമീറ്ററിൽ ഫില്ല് ചെയ്യണമെന്നാണ് പറയണത്. പിന്നെ നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൽ വരുന്നത്. നമ്മുടെ RPM കാണാം, പിന്നെ നമ്മുടെ ടെമ്പറേച്ചർ, റേഡിയേറ്റർ ടെമ്പറേച്ചർ, പിന്നെ നമ്മുടെ കിലോമീറ്റർ പെർ അവർ. ഇത്രയാണ് നമ്മുടെ മീറ്ററിൽ വന്നിട്ടുള്ളത്. സൈഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പെഡൽ ഷിഫ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ലെജൻഡർ ഫോർച്യൂണറിൽ കേട്ടോ. പിന്നെ നമ്മുടെ ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റം ഒക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിത് ഇവിടെ ഒരു ക്ലോക്ക് കാണാം. നമുക്കിവിടെ AC-യുടെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ ബ്ലൂടൂത്ത്, പിന്നെ നമ്മുടെ FM, USB കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിലാണ് നമ്മുടെ AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. റെയർ വിൻഡും ഫ്രണ്ട് വിൻഡും തമ്മിലുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ നോക്കുകയെന്ന് വെച്ചാൽ USB കണക്ടർ കാണാം. പിന്നെ നമ്മുടെ ലെഫ്റ്റ് പാസഞ്ചർ സൈഡ്, അതായത് ഫ്രണ്ടിലെ ലെഫ്റ്റ് പാസഞ്ചർ സൈഡിൻ്റെ വെൻറ്റിലേറ്റഡ് സീറ്റിൻ്റെ കൺട്രോൾസാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ ഡ്രൈവറുടെ സീറ്റിൻ്റെ വെൻറ്റിലേറ്റഡ് സീറ്റും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ നമ്മുടെ DAC കാണാം നമുക്കിവിടെ. ഡൗൺ ഹിൽ അസിസ്റ്റൻറ്റ് ആണ് ഈ സംഭവം, അത് വന്നിട്ടുണ്ട് നമുക്കിവിടെ. പിന്നെ നമ്മുടെ H2, H4, പിന്നെ ലോ 4 എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കാണാം. അതായത് 4 വീൽ ഡ്രൈവിൻ്റെ പറ്റും, അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ അതിൻ്റെ അടിയിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു ഏരിയയാണ് ഈ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല സ്പേസുള്ള കുറച്ച് കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. പിന്നെ അവിടെ നോക്കുക വെച്ചാൽ നമ്മുടെ ഡ്രൈവിംഗ് മോഡ്സ് കാണാം. നമുക്കിവിടെ എക്കോ, നോർമൽ, സ്പോർട്സ് മോഡിൽ എന്ന് പറഞ്ഞിട്ട് 3 ബട്ടൺസ് നമുക്ക് അതിൻ്റെ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ തൊട്ടടുത്തായിട്ട് കാണാം. പിന്നെ നോക്കുക വെച്ചാൽ നമുക്കിവിടെ ഒരു നമ്മുടെ വ്യൂവിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഈ ടച്ച് ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇൻഫോർട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ ടച്ച് ഇതിങ്ങനെ തിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അതായത് ബാക്ക് വ്യൂ, സൈഡ് വ്യൂ, 360 വ്യൂ ഒക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പിന്നെയെന്ന് പറയാനുള്ള നമുക്ക് നമ്മുടെ ഗ്ലൗ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ടോപ്പിൽ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ടോപ്പ് ബോക്സിൽ നമുക്കൊരു കീ ലോക്ക് വിത്തിൽ ഒരു ഗ്ലൗ ബോക്സാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇത്ര സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഡോറിൻ്റെ മുകളിൽ നമുക്കൊരു ബോട്ടിൽ ഹോൾഡർ. പിന്നെ എന്ന് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു രീതിയിൽ ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് നമ്മുടെ ഇൻറ്റീരിയർ ഫുള്ള് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാലും ഈ ഒരു കളറിലാണ് നമ്മുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിലാണെങ്കിലും ആ ഒരു കളറിലാണ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഡ്രൈവർ സീറ്റിലായാലും കണ്ടില്ലേ, ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണ് നമ്മുടെ സീറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെയെന്ന് പറയാനുള്ളത് നമുക്കിത് നമ്മുടെ ഹാൻഡ് റെസ്റ്റിൻ്റെ അടിയിൽ കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് തൊട്ടടുത്ത് തന്നെ C ടൈപ്പ് ചാർജിങ് സോക്കറ്റ് കാണാം. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുക വെച്ചാൽ നമ്മുടെ ലൈറ്റിൻ്റെ കൺട്രോൾസ്, ഫ്രണ്ട് ലൈറ്റിലെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് 2 ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ സൺഗ്ലാസ് വയ്ക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ നമുക്ക് പാസഞ്ചർ സൈഡിലും വാനിറ്റി മിറർ വന്നിട്ടുണ്ട്, വിത്ത് ലൈറ്റ്. അതേപോലെ തന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിലും പാസഞ്ചർ സൈഡിൻ്റെ ഡ്രൈവർ സീറ്റിലും വാനിറ്റി മിറർ വന്നിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിക്ക് ഓപ്പണറാണ്. നമ്മൾ അടിയിൽ ബമ്പറിൻ്റെ അടിയിൽ കാലുകൊണ്ട് വേവ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യില്ല, ആ ഒരു ഇതിൻ്റെ ഓഫാണ് കാണുന്നത്. പിന്നെ നമ്മുടെ പാർക്ക് അസിസ്റ്റൻറ്റിൻ്റെ പാർക്കിൻ്റെ ഇതാണ് കാണുന്നത്. പിന്നെ എന്ന് പറയാനുള്ളത് പിന്നെ നമ്മുടെ DPFൻ്റെ
ബട്ടണാണ് കാണാനുള്ളത്. DPF കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നോട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ബോണറ്റ് ഓപ്പണും പിന്നെ നമ്മുടെ പെട്രോൾ ഡീസൽ ട്രങ്ക് ഓപ്പണറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഡ്രൈവർ ഡോറിൻ്റെ മുകളിൽ വന്നിട്ടുള്ള എല്ലാ ഡോറും നമുക്ക് ഓട്ടോ ഡൗണും ഓട്ടോ അപ്പുമാണ് വന്നിട്ടുള്ളത്. എല്ലാ വിൻഡോയുടെ ഗ്ലാസിൻ്റെ അപ്പും ഡൗണും കേട്ടോ. പിന്നെ നമ്മുടെ മിറർ കൺട്രോൾസ്, പിന്നെ നമ്മുടെ മിറർ ഹോൾഡർ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റ്, അതായത് നമ്മുടെ ബാക്കിലെ പാസഞ്ചർ സീറ്റിൻ്റെ മുകളിലിരിക്കുക നമുക്കിവിടെ ഒരു മാക്സിമം 4 kg തൂക്കിയിടാനുള്ള ഒരു ഹുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് 2 പാസഞ്ചർ സൈഡിൻ്റെ ബാക്കിലും കാണാം. പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ ബാക്കിലും നമുക്ക് ബാക്കിൽ കിട്ടും. പിന്നെ എന്ന് പറയുന്നത് നമുക്കിവിടെ പോക്കറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഗൈസ്. പിന്നെ നമ്മുടെ പാസഞ്ചർ സൈഡിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 2 കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്ക് പാസഞ്ചർ സൈഡിൻ്റെ ഹാൻഡ് റെസ്റ്റിൽ കിട്ടും. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ബാക്കിലത്തെ റോ 7 സീറ്ററാണല്ലോ വണ്ടി. അപ്പോൾ ബാക്കിലത്തെ റോ ഇത്രയൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അത്ര കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പുതിയ ഫോർച്യൂണറിനെ കുറിച്ചിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച്, അതായത് നമ്മുടെ പുതിയ ഇന്നോവയ്ക്കും പുതിയ ഫോർച്യൂണറും ലെജൻഡറും അതങ്ങനെ BS6 വണ്ടികൾക്ക് വരുന്ന സംഭവങ്ങളാണ്. ഒന്ന് DPFും പിന്നെ ഒന്ന് AdBlue. അപ്പോൾ ഇതിന് രണ്ടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് വല്ല ഇൻഫർമേഷൻ അറിയാനുണ്ടെങ്കിൽ ഞാൻ ഇതിന് 2 കുറിച്ചുള്ള വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ DPFിനെ കുറിച്ചിട്ടും AdBlueനെ കുറിച്ചിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ട്, BS6 വണ്ടി യൂസ് ചെയ്യുന്നവർക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ കാണാം. Until then, signing off, Vishnu. Bye bye.